നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ നോർമൽ മീഡിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പത്തനംതിട്ട ജില്ലയിലാണുള്ളത്. എടാ, എന്താ ഇവിടെ ഒരാളുണ്ടെന്നൊക്കെ പറഞ്ഞല്ലേ, എന്താ സംഭവം? അതിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു ചേട്ടനാണ്. ചേട്ടൻ്റെ പേര് ബിജു എന്നാണ്. അന്നേരം അദ്ദേഹത്തിന് ഒരു പട്ടി ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം അവിടെ ആണെങ്കിൽ മെയിനായിട്ട് പുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ബ്രീഡ്സിലൊക്കെയാണ്. അന്നേരം അതിനകത്ത് തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അന്നേരം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളിലേക്കൊക്കെ പോവാം. അപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് നോവിമർ മീഡിയ. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അതാണ് നമുക്ക് വേണ്ടത്. അന്നേരം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരി, വീഡിയോയിലേക്ക് പോവാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്ന് പറഞ്ഞു? എൻ്റെ പേര് ബിജു എന്നാണ്. എൻ്റെ പേര് ആതിര. ആതിര. നമുക്കിവിടെ എന്താ പ്രത്യേകത? നാടൻ ഞാൻ ഏറ്റവും കൂടുതൽ വിദേശ ബ്രീഡ് വളർത്തി അതിൻ്റെ നഷ്ടം കൊണ്ടും അതിൻ്റെ രോഗദുരിതങ്ങളും ഒക്കെ കണ്ട് അതിൽ നിന്ന് പഠിച്ച ശേഷം തുടങ്ങിയ ഒരു ബ്രീഡാണ് നമ്മുടെ ഈ നാടൻ ബ്രീഡ്. അതെ, ഞങ്ങളുടെ കൊച്ചിലായിട്ട് വീട്ടിൽ പട്ടി ഉണ്ടായിരുന്നു. അപ്പം തൊട്ടേ ഇഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിനകത്തോട്ട് തുടങ്ങിയത്. ഇവർ ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങിയൊരു ഫാമാണ്. അപ്പോൾ ഇവർ കളിച്ച് വളർന്ന പട്ടിയായിട്ടാണ്. ആ ഒരു ഇഷ്ടം ഇപ്പോഴും ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് രാജപാളയും കന്നിയുമാണ് മെയിനായിട്ട് നമ്മൾ കേന്ദ്രീകരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അന്യം നിന്ന് പോകുന്ന കുറേ നാടൻ ബ്രീഡുകളെ നമ്മൾ കണ്ടെത്തി അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അപ്പോൾ അതിനെ നമ്മൾ സംരക്ഷിച്ചിട്ട് അതൊരു ബ്രീഡിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇനിയുമാണെങ്കിലും നമുക്ക് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം എനിക്ക് കണ്ടെത്തിയിട്ടില്ലാത്തതും ഇനി ഞാൻ പോലും കാണാത്തതുമായിട്ട് ഒരുപാട് ബ്രീഡുകളെ നമുക്ക് ഈ റോഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് അതിനകത്തുനിന്ന് ഒരു വംശം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാണാം. ഇത് ഇവിടുത്തെ തുറയിൽപ്പട്ടി എന്ന് പറയുന്ന പട്ടിയാണ്. ഇത് തുറയിൽപ്പട്ടി എന്ന് പറയും. ഇത് കൂടുതലും തീരദേശ പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇവരിപ്പോൾ രണ്ടുപേരും ഫീമെയിലാണ്. അത്യാവശ്യം നമ്മളുടെ പെറ്റായിട്ട് തന്നെ നിൽക്കുന്ന ആൾക്കാരുമാണ്. ഇവരിപ്പോൾ ഒരു 6 മാസം ആയിട്ടേ ഉള്ളൂ. രണ്ടുപേരും പെണ്ണാണ്. രണ്ടുപേരും ഒരുമിച്ചേ കിടക്കത്തുള്ളൂ, ഒരു പാത്രത്തിലെ ഉണ്ണത്തുള്ളൂ. ഇല്ല, പേരിട്ടിട്ടില്ല. ഇവർ അല്ല, ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ ഫാമിലി നിർത്താൻ വേണ്ടി ഇവര് നിർത്തിയിരിക്കുക. ഇത് നമ്മുടെ ഫാമിലെ കന്നി എന്ന് പറഞ്ഞ ഒരു ബ്രീഡാണ്. ഇത് നാടൻ ബ്രീഡാണ്. ഇത് കൂടുതലും തമിഴ്നാട്ടിലാണ് കണ്ടുവരുന്നത്. ഇവനെ എടുത്തത് നമ്മൾ പിന്നെ ഇടുമ്പൻകോവൽ എന്ന് പറയും, പളനി ഇടുമ്പൻകോവലിൻ്റെ അടുത്ത്. ഇത് തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ തമിഴർ വളർത്തുന്ന ഒരു ബ്രീഡാണ്. ഇതൊരു ഹണ്ടിങ് ഡോഗാണ്. അപ്പോൾ ഇത് അവരൊരു കല്യാണമൊക്കെ കഴിക്കുന്ന സ്ത്രീകൾക്കൊരു സ്ത്രീധനമായിട്ടൊക്കെ കൊടുത്ത് ഇതിനെ ഒരു വംശം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ബ്രീഡാണ്. ഇപ്പോൾ ഇതിന് കൂടുതൽ ആവശ്യക്കാരുമാണ്. കാരണം ഇന്ത്യൻ ബ്രീഡിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു സാധനം രാജപാളയത്തിനായിരുന്നു ആദ്യം. ഇപ്പം ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് കന്നി എന്ന് പറഞ്ഞ ബ്രീഡാണ്. അപ്പോൾ ഇത് കന്നിയായിട്ടും ഇത് ചിപ്പിപ്പാറായിട്ടും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ട് രണ്ടാണെന്ന് വിചാരിക്കും. ഒരമ്മയ്ക്ക് ജനിക്കുന്നതാണ്. ഈ ഒരു ബ്ലാക്ക് കളറും പ്യൂർ വൈറ്റും മാത്രമേ കന്നിയായിട്ട് പോകുന്നുള്ളൂ. ബാക്കി എല്ലാ കളറുകളും ചിപ്പിപ്പാറ ഇതായിട്ടാണ്. അപ്പം വിലയിലും വ്യത്യാസമുണ്ട്. ഇതിന് നമ്മൾ 12 രൂപയാണ് ഇതിൻ്റെ കുട്ടി ഈ കളറിന് കൊടുക്കുന്നത്. ഈ ബാക്കിയുള്ള കളറുകൾക്കെല്ലാം 10 രൂപയും. ബ്ലാക്കിന് വില കൂടുതലാണ്. ഇതാണ് ചെങ്കന്നി. അല്ല, ഒരുപാട് കളറുകളുണ്ട്. അതായത് ഈ ഒരു കളർ മാത്രമേ ഈ ഒരു കളറും പ്യൂർ വൈറ്റും മാത്രമേ കന്നിയായിട്ട് പോകുന്നുള്ളൂ. ബാക്കി മുഴുവൻ കളർ ബ്രിൻഡിൽ കളറും പിന്നെ ഞാൻ പല കളർ കാണിക്കാം. ഒരുപാട് കളറുകൾ ഇതിനുണ്ട്. പിന്നെ കാക്കി കളർ. ഇപ്പം തന്നെ നമുക്ക് 4 മെയിലാണ് ഇവിടെ ഉള്ളത്. 4 വ്യത്യസ്ത കളറുകളാണ്. ഇതൊരു 3 ടൈപ്പ് ഉണ്ട്. മിനിയേച്ചർ ടൈപ്പ് ഉണ്ട്, ഹെവി ടൈപ്പ് ഉണ്ട്, നോർമൽ സൈസ് ഉണ്ട്. ഇതൊരു ഹെവി ടൈപ്പ് ഇതാണ്. ഇത് ഏകദേശം ഒരു 10-12 കുഞ്ഞുങ്ങളും ജനിക്കും. ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ നിങ്ങളെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ്. ഫ്രണ്ട്ലി ഡോഗാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉള്ള ഒരു ബ്രീഡല്ല ഇത്. ഇത് വേട്ടപ്പട്ടിയാണ്. കൂടുതലും ഇത് ഹണ്ടിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. സ്ഥലസൗകര്യം ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ ഇത് അമിതമായിട്ടുള്ള കുരയല്ല, സൈലൻ്റായിട്ട് ആക്രമിക്കുന്നൊരു ബ്രീഡാണ്. ഇത് കൂടുതൽ ഹണ്ടിങ്ങിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്താ പറ്റി?
അവരിഷ്ടപ്പെട്ടില്ലേ? അവരിഷ്ടപ്പെട്ടില്ലേ? അവന് ഇഷ്ടപ്പെട്ടില്ല. ബിക്കി വിളിയട്ടെ, ബിക്കി വിളിയട്ടെ. തോർന്ന് പൂർണ്ണമായിട്ട് നിൽക്കുമ്പോൾ 6 അടി മേളിൽ ഉയരം വരും. ഇവർ 32 ഇഞ്ച് ഉയരം തന്നെ ഉണ്ട്. ഇതിപ്പം 18 മാസം. നമ്മുടെ എല്ലാ മെയിലുകളും ഏകദേശം 15 തൊട്ട് 18, 2 വയസ്സിൽ താഴെയുള്ള എല്ലാം പുതിയ മെയിലുകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കന്നിയും ചിപ്പിപ്പാറും നാടൻ ബ്രീഡ് നമ്മളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെ നമുക്കൊരു 17 പേരുണ്ട് ഈ ഒരു ബ്രീഡ്. 4 ആണും 13 പെണ്ണും എല്ലാം. ഇപ്പം 4 മെയിലും 4 കളറാണ്. അപ്പോൾ നമുക്ക് ബ്രീഡിങ് തന്നെ പുറത്തു നിന്നുള്ള സ്ഥലത്തു നിന്നാണ് ബ്രീഡിങ് വരുന്നത്. അതായത് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരം സൈഡിൽ നിന്ന് ദൂരെ നിന്ന്. കാരണം വേറെ ആരും ബ്രീഡിങ് ചെയ്യാം. പിന്നെ സിംഗിളായിട്ടൊക്കെ ചെറിയ വീടുകളിലൊക്കെ ഇത് കുറച്ച് പേരൊക്കെ വളർത്തുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിന് ട്രെയിനിങ് അല്ലാത്ത കാരണം എല്ലാവരും ഇത് ബ്രീഡ് ചെയ്യുന്നുമില്ല. ഒരു 17 വയസ്സ് വരെ ജീവിച്ചിരിക്കും. 12 തൊട്ട് 17 വയസ്സ് വരെ. അല്ലാത്ത ഒരു നമ്മുടെ ഒരു വിദേശ ബ്രീഡുകൾക്കൊക്കെ ഒരു 13 വയസ്സാണ് പറയുന്നത്. ഒരു 4.5 വയസ്സ് തൊട്ട് 13 വയസ്സ് വരെ. സാധാരണ ഇതിനിപ്പം മുൻകാലങ്ങളിലൊക്കെ ഡിമാൻഡ് ഉള്ള ഒരു ഇതല്ലേ? അതെ അതെ. അതായത് ഈ കൊറോണ സമയത്ത് ഒരുപാട് പേര് ഈ ഒരു ബ്രീഡിങ് മേഖലയിലേക്ക് വന്നിട്ടേ പെട്ടെന്ന് ഇതിനുള്ള ഭക്ഷണ ലഭ്യത കുറഞ്ഞു. റേഷൻ അരി കിട്ടാതെ വന്നു. അപ്പോൾ കുറച്ച് പേര് ഇത് നിർത്തി, കുറച്ച് പേര് ഇത് കളയാൻ കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് പേരുടെ വില ഇപ്പം നമ്മളിത് പിടിച്ച് നിൽക്കാൻ വേണ്ടി നമുക്ക് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം വെച്ചാൽ മറ്റുള്ളവർ ഇപ്പം 2 എണ്ണത്തിന് വളർന്നവരൊക്കെ അവരുടെ ഡോഗ് ഫുഡുകൾക്കൊക്കെ 630 രൂപയിൽ നിന്ന് 1100 രൂപയ്ക്ക് റോയൽക്കാനൊക്കെ വന്നു. അപ്പം നമ്മളിത് ഹോൾസെയിലായിട്ട് എടുക്കുന്നതുകൊണ്ടും നമ്മൾ തന്നെ ബ്രീഡിങ് ചെയ്യുന്നതുകൊണ്ടും നമ്മൾ ജോലിക്കാരെ വെച്ച ഫാമും അല്ല. അത് കാരണം നമുക്കിത് ന്യായമായ റേറ്റിൽ ഒരു 10 രൂപ റേറ്റിൽ നമുക്കിത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ തന്നെയല്ല, തമിഴ്നാട്ടിൽ ഇപ്പം 10 രൂപ കിട്ടിയാലും പോയി ട്രാവൽ ചെയ്ത് കൊണ്ടിരുന്ന ആ എക്സ്പെൻസോടെ കൂട്ടുമ്പം ഇവിടെ വന്ന് എടുക്കാൻ. പിന്നെ കേരളത്തിൽ തന്നെ ഇത് കിട്ടുന്നുള്ളതുകൊണ്ട് നമുക്ക് എൻക്വയറി ഉണ്ട്. അത്യാവശ്യം പേരൻസിനെ വന്ന് കണ്ടെടുക്കുകയും ചെയ്യും. എത്ര നാളായിട്ട് ഇപ്പൊ ഇത് ചെറുപ്പം മുതൽ? അല്ല, ഞങ്ങൾ കൊച്ചിലായിട്ടുണ്ട്. ഞാൻ പിന്നെ വിസയെ കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് ഇതിനകത്ത് ഇറങ്ങിയത്. കാരണം നമ്മുടെ ഫാമിന് ഈ ദിവസം വരെ 26 ജോലിക്കാരെ വെച്ചിട്ടില്ല. ഞങ്ങൾ 4 പേരായിരുന്നു. അപ്പം വൈഫ് മരിച്ചു പോയി. പിന്നെ മൂത്ത മോളെ കെട്ടിച്ചു. പിന്നെ ഞങ്ങൾ 2 മക്കളും ഒരുപോലെ ഫാമുമായിട്ട്. ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡോഗ്? നേരത്തെ ഉണ്ടായിരുന്നു, ലാബ് ഉണ്ടായിരുന്നു, ചക്കി എന്ന് പറയുന്ന ഒരു പഗ് ഉണ്ടായിരുന്നു. അവളായിരുന്നു. അവർ 2 ഏജ് ആയപ്പോഴാണ് മരിച്ചത്. അത് കഴിഞ്ഞ് ഇപ്പൊ ഇന്ത്യൻ ബ്രീഡിനകത്തുള്ള രാജപാളയൊക്കെ ഇഷ്ടമായിട്ടും പരിശീലനം ഉണ്ടോ? പരിശീലിപ്പിക്കാറുണ്ടോ? ഇല്ല, ഇറക്കുകയൊക്കെ ചെയ്യും. പിന്നെ സെയിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. ഫുഡ് ഞാൻ കൊടുക്കുന്ന സമയങ്ങൾ എങ്ങനെ? ഫുഡ് വൈകിട്ട് 5 മണിക്കാണ് ഒറ്റ നേരം അഡൽറ്റിന്. പപ്പീസിനൊക്കെ ആകുമ്പോൾ 3 നേരം, ഗർഭിണികൾക്കും 3 നേരം. എന്തായാലും ഭയങ്കര ഇഷ്ടമാണല്ലേ? വേറെ ജോലി നോക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. PSC ഒക്കെ എഴുതുന്നുണ്ട്, അല്ലാതെ വേറെ നോക്കുന്നില്ല. ഇല്ല. ഇവർ രണ്ടും കൂടെ ഒരു കൂട്ടി കിടക്കുന്ന. മറ്റവനെ വന്നപ്പോൾ അവൾക്ക് സൂചിച്ചില്ല. ഉണ്ടോ? എവിടെ ആയിരുന്നു നീ? അല്ലല്ല, ഇവളെ ഇനി എന്തെങ്കിലും കൊണ്ടുപോയാണോ? എന്താ കാണിക്കുവാ? എന്തേ കാണും? ഇവര് ഒരു പാത്രത്തിലാണ് ഉണ്ണും ഒക്കെ ചെയ്യുന്നത്. ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊണ്ട് GPS ഉണ്ട്. ഇവരിവിടെ പോയി ഏത് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. മൈക്രോചിപ്പ് ഇതിവിടെ ഈ ബോഡിയിൽ സൂട്ട് ചെയ്യുന്ന ഇവിടെ ഈ സ്കിന്നിനകത്ത്. അപ്പോൾ ഇത് മരണപ്പെട്ടാലും ഇതിനെ ആരെങ്കിലും മുടിച്ചുകൊണ്ട് പോയാലും ഏത് ടവർ ലൊക്കേഷനിലെന്ന് തിരിച്ചറിയാൻ പറ്റും. കന്നൽ സർട്ടിഫിക്കറ്റും മൈക്രോചിപ്പും. അവരുടെ ഒരു മൈക്രോചിപ്പ് നമ്പറുണ്ട്. നമ്മുടെ ഈ മാർജിൻ ഫ്രീയിൽ വില അടിക്കുന്ന സാധനം വെച്ച് നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങ് മുടിച്ചുകൊണ്ട് പോവുക. ഇതിനെ കൊണ്ടുപോയാലും നിങ്ങൾ പറയും നിങ്ങളുടെ ഡോഗാണ്. ഞങ്ങളുടെ ഇരിക്കുന്ന ചിപ്പ് നമ്പർ വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് നമ്മുടെ ആണെന്ന്. അപ്പോൾ ഇവർ ഇല്ല, ഇപ്പോൾ നമ്മുടെ ഒരു ഡാഷ് കണ്ട് അങ്ങനെ പോയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് കൊണ്ടിട്ട് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. തിരിച്ചു തന്നു. പുള്ളിക്ക് അറിയില്ല കേസ് കൊടുക്കുന്നത് ഇങ്ങനെ മൈക്രോചിപ്പ് ഉണ്ടെന്ന് പുള്ളിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പട്ടിക്ക് അങ്ങനെ സംഭവം ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ഇത് നമ്മുടെ ഫാമിലെ രാജവാളയമാണ്. നമുക്ക് ഏറ്റവും കൂടുതലുള്ള രാജവാള ഏകദേശം 30 എണ്ണം ഉണ്ട്. നമുക്ക് 50 പേരുണ്ടായിരുന്നു. നമ്മളിവർ ഇതിൻ്റെ എണ്ണം ഒന്ന് കുറച്ചിട്ട് ഈ കന്നിയുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പേരെ കുറച്ചാണ്. കാരണം ഈ പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറവുകൊണ്ടാണ് ഈ അരി കിട്ടാനില്ല വന്നപ്പോഴേ. ഇപ്പോൾ ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന ഫുഡ് മെയിനായിട്ട് കൊടുക്കുന്നത് ചിക്കൻ റൈസുമാണ്. അതൊരു ബിരിയാണി പോലെ ആക്കി കൊടുക്കുക. അത് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, ഇത്രയും പേർക്ക് കൊടുക്കണ്ടേ. അപ്പോൾ അത് നമുക്ക് ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു 45 ദിവസം വരെ നമ്മൾ അല്ലാത്ത അവരുടെ ബേബി ഫുഡ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നുകൊണ്ടിരുന്നത് ഈ രാജവാളയമായിരുന്നു. എന്നെ ഈ രാജവാളയത്തിൽ കൂടാണ് ആൾക്കാർ അറിഞ്ഞത്. അപ്പോൾ ഈ രാജപാളയത്തിൻ്റെ വിലയിൽ ഇപ്പോൾ ഒരു മാറ്റം സംഭവിച്ചു. കാരണം വെച്ചാൽ ഒരുപാട് പേര് ഈ ബ്രീഡിങ് മേഖലയിലോട്ട് വന്നപ്പോൾ നല്ല വില കൊണ്ടിരുന്ന സാധനം 15 രൂപ വരെ കൊടുത്തുകൊണ്ടിരുന്ന നമ്മൾ കഴിഞ്ഞ മാസം വരെ 15 രൂപ കൊടുത്തു. ഇപ്പോൾ നമ്മൾ ആണിന് 12 പെണ്ണിന് 10 കൊടുക്കുന്നത്. അപ്പോൾ ആ ഈ വില വ്യത്യാസവും വന്നു. കുട്ടികളുടെ ഡിമാൻഡിനൊരു കുറവ് പോലെ വന്നപ്പോൾ ഞാൻ കന്നിയിൽ നിന്ന് പറഞ്ഞ ബ്രീഡിലേക്ക് കൂടുതൽ വന്നു. അപ്പോൾ ഇവരുടെ ഒരു 20 വരെ കുറച്ച് ഇപ്പോൾ 30 വരെ ഉള്ളത്.
ഇപ്പോൾ നമുക്ക് 73 പേര്, നമുക്ക് 103 പേരായിരുന്നു. ഞങ്ങളുടെ ആക്സിഡൻറ്റോട് കൂടി ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു 30 പേരെ ഞങ്ങൾ കൊടുത്തേക്കാണ്. ഇവന് കൊടുക്കാനുള്ളവരുടെ നമ്മൾ പേരിട്ടത്. ഇവനെ നമ്മൾ കൊടുക്കുന്നില്ല. ഇവനെ നമ്മളിപ്പോൾ ഒരു സ്റ്റഡ് മെയിലായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ നമ്മൾ നിർത്തിയേക്കുന്നത്. ഇവനെ നമ്മൾ വിൽക്കാനുള്ളതല്ല. പിന്നെ ഒരുപാട് പേര് മോഹിപ്പിക്കുന്ന വിലയൊക്കെ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്. ഇവനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇവൻ്റെ കൂട്ടത്തിൽ കിടന്ന കുഞ്ഞ് ഇവൻ്റെ ഒരു കണ്ണിലൊന്ന് അള്ളിയുണ്ട്. ഒരു കണ്ണിനൊരു നിറവ്യത്യാസം വന്നിട്ടുണ്ട്. ചെറിയ ഒരു പ്രശ്നം. കാഴ്ചയൊന്നും കുഴപ്പമില്ല. എങ്കിലും നമ്മൾ അന്ന് തൊട്ട് അവനെ നമ്മൾ നിർത്താമെന്ന് വെച്ചു. കാണുന്നതല്ല, അവനൊരു ഹെവി ടൈപ്പായിട്ട് വരും. ഇവൻ്റെ ഫാദറിൻ്റെ ആ ലുക്കിലാണ്. അപ്പോൾ അവനെ നമ്മൾ ഒരു സ്റ്റഡ്മെയിലായിട്ട്, ഇപ്പം നമുക്കൊരു സ്റ്റഡ്മെയിൽ പ്രായമായി, അവനൊരു 14 വയസ്സ് പ്രായമുണ്ട്. അപ്പം അതിന് പകരമായിട്ട് അവനെ വളർത്തിയെടുക്കുക. നമുക്ക് വേറെ കുഞ്ഞുണ്ട്. ഇപ്പോൾ അടുത്ത മാസത്തേക്ക് നമുക്ക് 60 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് കുട്ടിയാവും. ഇപ്പം നമ്മൾ മറ്റൊരു ബ്രീഡർമാർക്കും ബദലായിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് വിറ്റ് പോവുക, എങ്കിലേ നമുക്ക് ഫാം നിലനിർത്തിക്കൊണ്ട് പോകാം. ഇപ്പം അല്ലാതെ ഇപ്പോൾ 2-3 പട്ടിയെ വളർന്ന ഒരാൾക്കും ഈ 15 രൂപയ്ക്ക് കുറഞ്ഞ് ഈ രാജവളത്തിന് കൊടുക്കാൻ പറ്റിയല്ല. കാരണം അവരുടെ ചിലവ് വെച്ച് നോക്കുമ്പോൾ പിന്നെ ഓരോരുത്തരുടേതായിട്ടുള്ള രീതിയിൽ ഇപ്പം നമുക്ക് ഇത്രയും പേരെ ഉള്ളത് കൊണ്ടും നമ്മൾ തന്നെ ഇവിടെ ബ്രീഡ് ചെയ്യുന്നത് കൊണ്ടും പിന്നെ നമ്മൾ തന്നെ ജോലിക്കാരില്ലാതെ ഈ ഫാം നിലനിർത്തിക്കൊണ്ട് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഈ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത്. കാരണം ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു കുട്ടിയെ എടുക്കണം, ഇപ്പോൾ ഇത്രയും ആക്കി എടുക്കുമ്പോൾ തന്നെ 25 രൂപ മേളിൽ ചിലവായിട്ടുണ്ട്. അവന് 1 കിലോ റോയൽക്കാൻ 1100 രൂപ വിലയാണ്. അപ്പം നമുക്ക് ഇനി ഒരു 30 രൂപ കിട്ടിയാലും നഷ്ടമാണ്. ആ സമയം 2-3 പട്ടിയെ വളർന്ന ഒരാൾക്ക് ഒരിക്കലും 15 രൂപയ്ക്ക് ഈ രാജവളം. ചിലരെന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഇരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഈ 10 രൂപയ്ക്ക് കൊടുക്കുന്നത്? അപ്പോൾ അത് ഞാൻ അതിനാണ് അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം. കാരണം വെച്ചാൽ അങ്ങനെ കൊടുക്കുന്ന ഒരാൾക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റിയല്ല. കന്നിക്കാണ് ഹൈറ്റ്. ഇതും വേട്ടപ്പട്ടിയാണ്, അതും വേട്ടപ്പട്ടിയാണ്. പക്ഷേ ആൾക്കാർക്ക് ഇതൊരു തരംഗം പോലാണ്. നമുക്ക് റോഡ് വീലറൊക്കെ ഇറങ്ങിയ സമയത്ത് ഉണ്ടാകുന്ന പോലെ. പക്ഷേ രാജപാളയത്തിൻ്റെ മാർക്കറ്റ് കുറയുന്നേ ഇല്ല. വിലയിലൊരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. പക്ഷേ ഇതിന് വിപണനത്തിൽ വാങ്ങുന്നവരുടെ കുറവൊന്നുമില്ല. പിന്നെ മത്സരമുണ്ടായി. ഈ ഒരു ഫീൽഡിൽ ഇതിനെ കൂടുതൽ പേര് വളർത്താൻ തുടങ്ങിയപ്പോൾ മത്സരം ഉണ്ടായി എന്നുള്ളതേ ഉള്ളൂ. അവർക്കുള്ളത് അവർക്ക് കിട്ടും, നമുക്കുള്ളത് നമുക്ക് കിട്ടും. പിന്നെ നമുക്കില്ലാത്തപ്പോൾ അവരുടെ പേര് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, അവരോട് ചോദിച്ച് വാങ്ങാൻ പറയും. അപ്പം നമ്മൾ തന്നെ ഇവിടെ ജോലി ചെയ്യുന്നത് കൊണ്ടും നമ്മുടെ മെയിലും ഫീമെയിലും ഇവിടെ ഉള്ളത് കൊണ്ടുമാണ്. അല്ല, മറ്റുള്ളവർക്കൊന്നും അവർ പുറത്തുകൊണ്ട് ബ്രീഡ് ചെയ്യേണ്ടി വരും. സ്വന്തമായിട്ട് ആൻഡ്രൂസിയേട്ടനൊക്കെ ഉള്ളൂ, സ്വന്തമായിട്ട് അമ്മയിലുള്ളൂ. അല്ലാത്തവർക്ക് 1-2 പേർക്കേ ഉള്ളൂ. അപ്പോൾ അവരതിനെ കൊണ്ടുവന്ന് ചിലവൊക്കെ വെച്ച് നോക്കുമ്പോഴേ അവരുടെ ഭക്ഷണം, പിന്നെ അവരുടെ നോട്ടം, ഇത് നമുക്ക് വേറെ സൈഡ് ബിസിനസ്സുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത്. ചിലരൊക്കെ വിചാരിക്കും അവിടെ 20 രൂപ നിങ്ങളുടെ പനി ചെയ്യും, നിങ്ങൾ മത്സരിക്കും. ഒരിക്കലും മത്സരമല്ല. നമുക്കിത് വിറ്റ് പോവുക, വേഗത്തിൽ വിറ്റ് പോകുക എന്നുള്ളതാണ്. അടുത്ത പ്രസവിക്കാൻ നിൽക്കുമ്പം ഇതിനകത്ത് എല്ലാ ബ്രീഡുകളും പെറ്റായിട്ട് വളർത്താം. ഞാൻ ആദ്യം കാണിച്ച കന്നി നമുക്ക് രാജപാളയത്തിനേക്കാളും ഫ്രണ്ട്ലി ആയിട്ട് വളർത്താൻ പറ്റും. നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുക നമുക്ക് എങ്ങനെ അതിനെ വളർത്തണം എന്നുള്ളത്. പെറ്റായിട്ട് വേണോ, ഫാൻസി ആയിട്ട് വേണോ, ഹണ്ടിങ് ആയിട്ട് വേണോ, വാച്ചുഡായിട്ട്, ഏത് വേണമെന്ന് നമ്മളാണ് ആലോചിക്കുന്നത്. നമ്മൾ ആ തരത്തിൽ വളർത്തിയേച്ചാൽ മാത്രം മതി. ഒരു പട്ടിയും അഗ്രസീവായിട്ടല്ല ജനിക്കുന്നത്. അതിൻ്റെ ആ ജനസിലുള്ള ഒരു അഗ്രസീവേഷൻ ഉണ്ട്, അതായത് റോഡ് വീലർ എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അതിനെയും പെറ്റായിട്ട് വളർത്തുന്നത് എത്രയോ പേരുണ്ട് റൂമിനകത്തൊക്കെ വളർത്തുന്നത്. അപ്പോൾ നമ്മൾ വളർത്തുന്നത് പോലെ ഇരിക്കും. ഇപ്പോൾ ഇത് 26 വർഷം കഴിഞ്ഞ് 26.5 വർഷമായി. ആ സമയത്തൊക്കെ തുടങ്ങിയപ്പം ഞാൻ റബ്ബർ മേഖലയിലാണ്, നമുക്ക് റബ്ബർ സ്ലോട്ട് എടുത്ത് ചെയ്യുന്ന ആളാണ്. അപ്പം വിചാരിച്ചു അവിടുന്ന് കണ്ടു ലോട്ട് അടിച്ചോളൂ എൻ്റെ പൈസ കിട്ടിയിട്ട് ഇവന് വട്ടളയിച്ച്. സത്യം പറഞ്ഞാൽ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. എൻ്റെ ക്രേസാണ്. രാജാവളൻ ഇത് വേറൊരു തള്ളയാണ്. അവളും 2 ദിവസമേ കണ്ട് കുഞ്ഞുങ്ങളെ മാറ്റിയിട്ട് മുലകുടി മാറ്റാൻ വേണ്ടിയിട്ടേ 2 ദിവസം കണ്ടതിൻ്റെ പരിഭവമാ. കുടിച്ചോ അവസരം കിട്ടുമ്പോൾ കുടിച്ചോ അല്ലേ? എവിടെ ആയിരുന്നൊക്കെയാ ചോദിക്കുന്നത്. പിന്നെ കളഞ്ഞിട്ട് പോലെന്നൊക്കെയാ പറഞ്ഞു. സാധാരണ ഇങ്ങനെ എത്ര ദിവസം വരെ മാറ്റി ഇടാറുണ്ട്? ഇങ്ങനെ നമ്മളൊരു 45 ദിവസം 30 ദിവസം ആകുമ്പോൾ തൊട്ട് സെയിലാവും. മാക്സിമം 45 ദിവസത്തിനുള്ളിൽ ഇവിടെ സെയിലായിപ്പോവും. ഇവിടെ കണ്ണിനെ കാട്ടുപന്നി ഒന്ന് കുത്തി ഒരു കണ്ണ് പോയ സർജറി ചെയ്ത് മാറ്റിയതാ. കണ്ണും ആ ഒരു കാതും പോയതാ. നമ്മൾ പത്തനംതിട്ട കൊണ്ട് ഇത് സർജറി ചെയ്തെടുത്താ. 10-12 ഒരു കണ്ണ് പോയോ, പൂർണ്ണമായിട്ടും പോയോ, ഒറ്റ കണ്ണേ ഉള്ളൂ. ഭയങ്കര വേട്ടക്കാരിയാ. ഇത് നമ്മുടെ ഈ ഫാമിനകത്തെ മലയെന്ന് പറഞ്ഞൊരു ഹണ്ടിങ് ഡോഗാണ്. ഇത് ശബരിമല വനത്തിലുള്ള ട്രൈബൽ ആൾക്കാരുടെ ഉള്ളതാണ്. ഇത് പഴയ കാലത്ത് അവരുടെ ഉണ്ടായിരുന്ന ഒരു പക്കാ നാടൻ ബ്രീഡാണ്. ഇത് അവർ ഹണ്ടിങ്ങിന് അവരുടെ വേട്ടയ്ക്കും കാര്യങ്ങൾക്ക് മാത്രം പ്രൊട്ടക്ഷന് വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് അവിടുത്തെ എന്തോ എല്ലാവരോടും വേഗത്തിലിണങ്ങും. ഇതൊരു ഹണ്ടിങ് ഡോഗാണ്, പക്ഷേ എല്ലാവരോടും വേഗത്തിലിണങ്ങും. ഇതങ്ങനെ ആദ്യം പേരുടെ ഇല്ല. ഇപ്പം നമ്മൾ കൊടുത്ത് ബ്രീഡിങ് ആയ ശേഷം കൊണ്ടുപോയവരൊക്കെ ഉണ്ട്. ഇത് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് ഇടുക്കി മേഖലയിലോട്ടാണ്. ഇത് ഈ ഏലത്തോട്ടം, പൈനാപ്പിൾ കൃഷി, കൂടുതൽ സ്ഥല സൗകര്യമുള്ളത് ചുമ്മാ അഴിച്ചുവിട്ട് വളർത്താൻ പറ്റുന്നത്, അതായത് ചെറിയ പന്നിയും അങ്ങനെയൊക്കെയുള്ള സാധനത്തിന് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്കൊരു 14 പേരുണ്ട്. 2 മെയിലും ബാക്കി ഫീമെയിലുമാണ്.
ഇത് ഈ കുഞ്ഞ് ഇവിടെ മകളുടെ മകളാണത്. ആ, അതൊരു ഫീമെയിൽ കുഞ്ഞാണ്. ഇന്ന് എത്ര ദിവസം? ഇന്ന് 63 ദിവസം പ്രായമുണ്ട്. ഈ കളറുകൾ റെയർ കളറാണ്. ഈ കളർ നമുക്ക് ബാക്കി കിടക്കുന്നതൊക്കെ ഇതിൻ്റെ മെയിൻ കളറാണല്ലേ? ഇത് റെയർ കളർ. ഇതിൻ്റെ ആണ് നമുക്ക് ഈ കളറുള്ളതുണ്ട്. പല കളറുകളുണ്ട്, പല വ്യത്യസ്തമായിട്ട് കളറുണ്ട്. ഏതൊക്കെ കളറാണ് മെയിനായിട്ട് ഈ വരുന്നത്? മെയിനായിട്ടും വരുന്നത് ബ്ലാക്കിനോടുള്ള ഷെയ്ഡുകളും ഈ കളറുകളും ഉണ്ട്. പിന്നെ ടാനുകളുണ്ട്, നാടൻ്റെ കളറും ഉണ്ട്. ഇവരുടെ ഈ നഖമാണ് കണ്ടോ, കടുവാട് കൂട്ടിരിക്കുന്ന നഖം. ഈ മെയിനായിട്ട് നമുക്ക് നാടൻ നായമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും ഒരു ഇതേ ഉള്ളൂ, ഈ ഒരു നഖം മാത്രം കണ്ട് തിരിച്ചറിയാൻ പറ്റുള്ളൂ. നമ്മുടെ നാടൻ നായ്ക്കാണെങ്കിൽ ലാബിൻ്റെ കൂട്ട് വെട്ടി ഒതുക്കിയ പോലുള്ള നഖമാണ്. അപ്പോൾ ഇത് ഈ നമ്മൾ ചെറുപ്പത്തിൽ കുഞ്ഞിലെ വളർത്തുവാണെങ്കിൽ നഖം നെയിൽ കട്ടർ ഉപയോഗിച്ച് വെട്ടിക്കളയുക, അതല്ലെങ്കിൽ നടത്താൻ വിടുക. ഇതിൻ്റെ ഈ മോഡലിന് മാത്രമാണ് ഇങ്ങനൊരു? അല്ല, ഹണ്ടിങ് ഡോഗുകൾക്ക് മൊത്തം നമ്മൾ കാണിച്ച ചിപ്പിപ്പാറൻ രാജവാണത്തിനൊക്കെ ഈ നഖമുണ്ട്. പക്ഷേ ഇതിന് കുറച്ചുകൂടി നഖം കൂടുതലാണ്. താഴെ ഇച്ചിരി വളഞ്ഞിട്ടുള്ളത്. അതെ അതെ അതെ, അതുപോലെ തന്നെ ഇങ്ങനെ നല്ല ഡിസൈൻ. അതെ അതെ, ഡിസൈൻ. കടുവയുടെ അതെ അതെ. ഇത് ഒരുപാട് ഇണങ്ങുന്നത് ഒരു ബ്രീഡല്ല, മനുഷ്യനെ ആക്രമിക്കുന്നതല്ല. പക്ഷെ കൂടുതലും മൃഗങ്ങളെ വേട്ടയ്ക്കാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മൃഗവേട്ടയൊന്നും പറ്റാത്തതുകൊണ്ട്. പക്ഷെ കാവല് ഇത് ഭയങ്കര പ്രൊട്ടക്ഷനാണ്. ഇത് ആരും പഠിപ്പിക്കുകയൊന്നും വേണ്ട, ജന്മന തന്നെ ഇവർ തന്നെ പഠിപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഒരു. ഇതിനിപ്പോൾ എത്ര വയസ്സ്? ഇവയ്ക്കിപ്പോൾ ഒരു 10 വയസ്സിന് മേളിലുണ്ട്. ഒരു 6-7 പ്രസവിച്ചാണ്. ഇപ്പം നമ്മൾ ഇവിടെ പ്രസവിപ്പിക്കുന്നില്ല. ഇവിടെ മക്കളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമ്മൾ വംശം ഉണ്ടാക്കിയെടുത്തത് ഇവളിൽ കൂടാണ്. ഇപ്പം പലരിടത്തുനിന്നായിട്ട് നമ്മൾ പലയിടത്തുനിന്നായിട്ട് നമ്മൾ കളക്ട് ചെയ്ത് ഇപ്പം നമ്മൾ ഈ ഒരു ലൈനേജ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഏത് കൂട്ടിൽ നിന്നും തടവി ആളും നമ്മുടെ ഏത് പട്ടികളെ ഉപദ്രവിക്കും. കൂട്ടത്തിൽ കിടക്കുന്നു. ഇപ്പോൾ ഇവിടെ കൊച്ചുമാളാണ്, പക്ഷേ അവൾ പിടിച്ചേക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കണ്ടോ, കൈ കിട്ടിയാൽ അന്നേരം കൊന്നുകളയും. ഭയങ്കര കുശുമ്പിയാ. അവളിങ്ങനെ നോക്കി പരുവം കിട്ടുമ്പം ഇപ്പം ചെയ്തില്ലേലും പിന്നെ എപ്പോഴെങ്കിലും അതിനെ കിട്ടുവാണെങ്കിൽ പണി ചെയ്തുകളയും. പിന്നെ ഇവിടെ ചാടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ബെഡിൻ്റെ കീഴെ വന്ന് പാത്ത് കിടക്കും, ഉപദ്രവിക്കാതിരിക്കാൻ. ഇവിടെ താഴെ ഒരു തോടാ, തോട്ടിൽ കുളിച്ചിട്ട് വരുമ്പോൾ ഞാൻ സെക്കൻഡ് പോയി കുളിച്ചിട്ട് വരും. ഇവനെ കൊണ്ടുവന്നിട്ട് അധികം ദിവസം ആയില്ല. ഇത് പേരൊന്നും ഇല്ല. ഇവന് പേരിട്ടു, ചാണ്ടിന്ന് പേരിട്ടു. ഇവൻ്റെ പേരാണ് മുയൽ ചെവിയൻ. ഇപ്പോൾ ഇവൻ്റെ നമുക്ക് കിട്ടിയിട്ട് ഇവനൊരു പേടിയുണ്ട്. ഇപ്പം നമുക്ക് കിട്ടിയിട്ട് അധികം ദിവസം ആയില്ല. ഇത് ഏറ്റവും ചെറിയ നാടൻ ഇനത്തിൽപ്പെട്ടതാണ്. നമ്മുടെ സീയത്തോട് പഞ്ചായത്തിൽ ഗുരുനാഥമണ്ണം എന്ന് പറഞ്ഞ സ്ഥലത്ത് നേരത്തെ ഉണ്ടായിരുന്നൊരു ബ്രീഡാണിത്. ഇത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ളൊരു സാധനമാണ്. ഇത് ഞങ്ങൾക്കൊരു 2 ആണും 4-5 പെണ്ണുമുണ്ട്. അത് പലയിടത്തു നിന്നായിട്ട് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് വന്നതാണ്. ഭയങ്കര ക്യൂട്ടാണ്. പുള്ളി ചെറിയൊരു പേടിയുണ്ട്. ഇവന് പറഞ്ഞ 2 പ്രാവശ്യം തടവി ആടിപ്പോയി. അപ്പം ഞാൻ പിടിച്ചോണ്ട് വന്നതാണ്. ഇപ്പം കൂട് വെച്ച് പിടിക്കുമായിരുന്നു. പേടിയൊന്നും വേണ്ട, കുറയോ ഒന്ന് പേടിക്കണ്ട. ആദ്യമായിട്ട് എൻ്റെ പേരിട്ടൊന്നും ഇട്ടല്ല വിളിക്കുന്നത് കേട്ടോ. ഇവൻ്റെ പേരങ്ങനെ എനിക്ക് തോന്നിയൊരു പേരങ്ങ് കിട്ടുന്നുള്ളതേ ഉള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഇതിനകത്തും ചെറിയൊരു കുഞ്ഞൻ ഡോഗ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ എല്ലാം അതില്ല, നമുക്ക് കളക്ട് ചെയ്യുന്നുണ്ട് അടുത്ത്. അപ്പം ഇത് മുയൽച്ചെവിയൻ എന്ന് പറയും. ഇത് ഇത് തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. ഇത് കട്ടക്കാലം എന്നുള്ള പേരിലാണ് അവിടെ അറിയുന്നുള്ളതേ ഉള്ളൂ. ഇത് 1-2 ലേഡീസൊക്കെ മധുരയിലൊക്കെ ഫാം ചെയ്തിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്കിതിൻ്റെ കുട്ടി ഒരു 5 രൂപ റേറ്റിലാണ് കൊടുക്കുന്നത്. ഇത് ഉണ്ടാകുമ്പോൾ തന്നെ ഇത് വിറ്റ് പോകും. ഇപ്പം നമുക്ക് ഈ നാടൻ മൃഗത്തിൻ്റെ മാത്രം വളർത്തുന്നതുകൊണ്ട് നമ്മളിതുപോലുള്ള പുതിയ സാധനങ്ങളുടെ ചിലവർക്ക് ഡാഷ് കണ്ടുമായിട്ട് വല്ലതും ക്രോസ് ആണോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പക്ക നാടനാണ്. പഴയ കാലത്തുണ്ടായിരുന്ന നാടൻ ബ്രീഡാണ്. ഇതിന് പല വ്യത്യസ്ത കളറുകളുണ്ട്. ഇപ്പോൾ എൻ്റെ കൈ കടന്നിരുന്ന കഴിഞ്ഞ വീഡിയോയിലെ കണ്ട ഒരു കോഫി ബ്രൗൺ ആയിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓഫ് വൈറ്റ് ഉണ്ട്, ടാൻ കളറുണ്ട്. മെയിൽ ഇനി അടുത്തൊരു മെയിലുള്ള ടാൻ കളറാണ്. ഇപ്പോൾ ഇവനൊരു 6 മാസം പ്രായമുള്ളൂ. ഇപ്പോൾ കൊണ്ടുവന്നിട്ടൊരു 2 ആഴ്ചയായുള്ളൂ. അതിൻ്റെ പീടിയും ഭയമൊക്കെ ഉണ്ട്. അത് തന്നെയല്ല, നമ്മൾ ഇച്ചിരി അഗ്രസീവ് ആയിരുന്നു. പുള്ളി വണ്ടിയൊന്നും കാണില്ല. പുള്ളി പറഞ്ഞത് ഇവനെ എന്തായാലും പിടിച്ചോണ്ട് പോകാനല്ലോ പിടിക്കണം. ഇത് ഞങ്ങളുടെ ഫാമിലിയിലെ ചെങ്കോട്ട എന്ന് പറഞ്ഞ ബ്രീഡാണ്. ഇവള് ഫീമെയിലാ. നമുക്കിപ്പോൾ ഒരു 2.5 വയസ്സല്ലേ, 3 വയസ്സോളം ഉണ്ട് കേട്ടോ. ഇവൾ ഇന്ത്യൻ ബ്രീഡിൽ തന്നെ വരുന്നതാണ്. ഇവൾക്ക് നമ്മുടെ ഗ്രേഡ് ഡേൻ്റെ കൂട്ട് തന്നെ നല്ല സൈസും വരും, വെയിറ്റും വരും കേട്ടോ. പക്ഷെ 2 ബ്രീഡാണ്. ഗ്രേഡ് ഡേനും ചെങ്കോട്ടയും 2 ബ്രീഡാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഗ്രേഡ് ഡേനായിട്ട് സാമ്യം ഉണ്ടല്ലോ എന്ന്. പിന്നെ ഇപ്പം ഇവർക്ക് ബ്രീഡിങ് ഇല്ല കേട്ടോ. ഇവിടെ മെയിൽ ചത്തുപോയപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു മെയിലിനെ കിട്ടിയിട്ടില്ല. നിലവിൽ കുഞ്ഞുങ്ങളും ഇല്ല ഇവർക്ക്. പിന്നെ ഇവർക്ക് ഈ ഒരു കളറ് മാത്രമല്ല എല്ലാ കളറും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പെറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെയും വളർത്താം.
എല്ലാത്തിനും വരുന്നത് അല്ലല്ല, ഈ ഒരു കളറ് മാത്രമല്ല, എല്ലാ കളറും വരുന്നുണ്ട് ഇതൊക്കെ. ഒരു ഇത് ടൈഗർ പ്രിന്റ് കളറാ, ഒരു ടൈഗർ പ്രിന്റാ. പലയിടത്തും ചെല്ലുമ്പോൾ പലതരത്തിലുള്ള നാടൻ ഡോഗ്സിനെ കാണാറുണ്ട്. പക്ഷേ നമുക്ക് ഇവരെ കുറിച്ചാണെങ്കിൽ ഒന്നും ഇത്ര ആധികാരികമായിട്ട് അറിയത്തില്ലായിരുന്നു. അതായത് പ്രത്യേകിച്ച് ഇന്ത്യൻ ബ്രീഡ്സിനെ പറ്റി നമുക്ക് അത് ഇന്ത്യൻ ബ്രീഡ്സിനെ കുറിച്ചാണ്. പിന്നെ ബാക്കി എല്ലാ ഫോറിൻ ബ്രീഡ്സുകളൊക്കെ അത്യാവശ്യമാണ് എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷേ ഇന്ത്യൻ ബ്രീഡ്സിനകത്ത് ഇങ്ങനെ ഇത്രയും വേരിയന്റുകളുണ്ട്, ഇത്രയും വെറൈറ്റീസ് ഉണ്ടെന്ന് നമുക്ക് ഇതുവരെയാണ് അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമുക്കറിയാവുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഒരുപാട് വ്യത്യസ്തരായിട്ടുള്ള ആളുകളെ പറ്റിയും അവരുടെ സവിശേഷതകളൊക്കെയാണ് നമ്മൾ ചാനലിലൂടെ വീഡിയോ കണ്ടൻ്റായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.